ഹായ്. അത് പിന്നെ പെർസെന്റേജ് എത്രയാ? ഇല്ല, എനിക്കൊരു മാറ്റം തോന്നില്ല. ആരിയസ് എത്രയാ? നിന്നോടാ ചോദിച്ച ആരിയസ് എത്രയാ? 3. നീ വാ കൊണ്ട് കള്ളം പറഞ്ഞാലും നിന്റെ കൈ ചതിച്ചു. ഏതാ ക്ലാസ്? 3rd year CSE. ഓ, എന്റെ ക്ലാസ്സിൽ തന്നെയാ. സിലബസ് എവിടം വരെ എത്തിയെന്ന് നിനക്കറിയോ? ലാബിന്റെ ക്ലാസ് എവിടം വരെ എത്തിയെന്ന് അറിയാമോ? ശരി, ഇപ്പൊ ഏത് ക്ലാസ് ആണെന്നറിയോ? അറ്റ്ലീസ്റ്റ് ക്ലാസ് റൂം എവിടെയെന്നെങ്കിലും അറിയോ? പിന്നെ എന്താ അറിയാവുന്ന? പെണ്ണുങ്ങളെ കാണുമ്പോ ഹായ് എന്ന് പറയാനാ? ക്ലാസ്സിൽ പോ. ഈ വഴിയോ? ആ, പോ. എന്തായി? ലോറിയുടെ ലൈറ്റ് കത്തുന്നത് പോലെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ടക്കെന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് പറയുന്നോ? ഇരിക്കെല്ലാവരും. എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി കെട്ടിയെടുത്തോണ്ട് വന്നേക്കോ അല്ലേ? ലാസ്റ്റ് സെമസ്റ്റർ ടോപ്പാ. കാർത്തിക, യു ആർ ബിഗ് ഹാൻഡ്. നിർത്തിക്കേ. എന്താടി കൊച്ചത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നേ? 4 വിഷയത്തിലാണ് നീ തോറ്റത്. 2 എണ്ണത്തിൽ ജസ്റ്റ് പാസ്. കഴിഞ്ഞ സെമസ്റ്റർ വെച്ച് നോക്കുമ്പോൾ മൊത്തം 14 വിഷയം ബാക്കിയുണ്ട്. എങ്ങനെ എഴുതിയെടുക്കും നീ? സാറല്ലേ കാർത്തിക എന്ന് വിളിച്ചു പറഞ്ഞേ? ഞാൻ വിളിച്ചത് എം കാർത്തിക, നീ എൽ കാർത്തിക. ഇരിക്കവിടെ. എം കാർത്തിക, യു ആർ എ ബിഗ് ഹാൻഡ്. 16 എനിക്കാണെ കയ്യിലെണ്ണം എടുത്താൽ മതിയായിരുന്നു. നിനക്ക് 2 കൈയും കാലും ഒക്കെ വേണ്ടി വരുമല്ലോ. ജസ്റ്റ് ഷട്ട് അപ്പ്, ഓക്കേ? അയ്യോ, ഇംഗ്ലീഷ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. എന്ത് ബിൽഡപ്പ് ആയിരുന്നു എൻ്റെ അമ്മോ. ആരുടെ ഇവൻ ചിരിച്ചിരിച്ച് ചാകാൻ പോവാണോ? അത് പുതിയ പയ്യനാ സാർ. എണീറ്റ് നല്ല പണിയാ. ക്ലാസ് നോട്ടുമായിട്ടാണോ വന്നത്? ഇല്ല സാർ, ബസ്സിലാ വന്നത്. നല്ല ഫ്രഷ് കോമഡി, വളരെ നല്ല കോമഡി. ക്ലാസ് മുഴുവൻ സൈലന്റ് ആയിട്ട് നീ മാത്രം എന്തിനാണ് ചിരിക്കുന്നേ? സോറി സാർ. തമ്പി, ഇതിന്റെ പെർസെന്റേജ് എത്രയാ? 91% സാർ. 91? അതെ സാർ. ഇന്റേണൽ ടെസ്റ്റോ സെമസ്റ്റർ ടെസ്റ്റോ? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ടെസ്റ്റ്. വിവരമില്ലാത്ത കോമഡിക്ക് നിന്ന് ചിരിക്കുന്നോ? നാണം കെട്ടവനെ. സോറി സാർ. എടാ മോനെ, നിന്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് നീ ഉത്തരം പറ. ശരി സാർ. CSC എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പൂർണ്ണനാമം പറയുക. കമ്പ്യൂട്ടർ. അയ്യോ. സ്കാനർ. ഇപ്പൊ കിട്ടും. E ഫോർ എഡ്യൂക്കേഷൻ ആണോ? ആ, അതെ അതെ. പുതുതായിട്ട് വന്നതാണ് നീ. ഇവിടെ ഉള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമെന്ന് എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കത് മാറി കിട്ടി. പാലും വെള്ളമായിട്ട് ചേർന്ന് ഇവിടെ കിടന്ന് മരിച്ചോ വിവരമില്ലാത്തവന്മാര്. സാർ, ഞങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? 10ന്റെ കൂടെ 0 കൂടെ വെച്ചാൽ എന്താ കൂടാ? പന്ത്. അതിരുന്ന 100 കൂടെ ആവില്ലടാ. അയ്യോ, അതെനിക്ക് തോന്നില്ല സാർ. ഇത്രയും അറിവുള്ളവർക്ക് ഞാൻ എന്തിനാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്? TV ചാനലിലുള്ള കോടീശ്വരൻ പരിപാടിക്ക് ടക്ക 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 എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ സീരിയലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും എന്റെ കയ്യിൽ ഉത്തരവില്ലടാ. അത്രയൊന്നും ഞാൻ അതപ്പതിച്ച് പോയിട്ടില്ലടാ. ക്രിക്കറ്റ് ബോള്. കാർത്തിക. എടി, ഹോസ്റ്റൽ വരെ അവൻ എത്തിയെന്ന്. കാർത്തിക, നിന്നെ. എന്താ? നീ ടോപ്പറാന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നേ. പിന്നെ നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു വന്ന. എന്താ സംസാരിക്കാനോ? പല കാര്യത്തിലും നമുക്ക് സിമിലാരിറ്റീസ് ഉണ്ട് കാർത്തിക. നിനക്ക് അടിപിടി ഇഷ്ടമല്ലേ? എനിക്ക് അടി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. നീയും പഠിപ്പിൽ ഫെയിലാണ്, ഞാനും ഫെയിലാണ്. അങ്ങനെ പറഞ്ഞൂടാ, നിന്നെക്കാളും കുറച്ച് ബെറ്ററാ ഞാൻ. നോക്കി. ഇതുകൊണ്ടാ പറഞ്ഞത് നിന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരുടെ കൈ പിടിക്കണമെന്ന്. അമ്മേ. മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? അടിയുണ്ടാക്കുന്ന കാര്യമൊക്കെ മറന്നല്ലോ അല്ലേ? ഇത്തവണ അടി ശരീരത്തിനല്ലമ്മേ, മനസ്സിനാ കിട്ടിയത്. ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടമ്മേ. അമ്മയെ പോലെ നല്ല ഐശ്വര്യമൊക്കെ ഉള്ളൊരു പെൺകുട്ടി. പക്ഷെ ഉള്ളിനുള്ളിൽ ആളൊരു ഫൂലന്തേവിയാ. സൗന്ദര്യമുണ്ട്, പാവമാണ്, എന്നാത്ത അഹങ്കാരമൊക്കെ ഉണ്ട്. എല്ലാം ചേർത്ത് നല്ലൊരു കോക്ടെയിൽ പോലെ ഉണ്ട്. നോക്കിയേ, ഇവൻ ഏതോ പെണ്ണിനെ ഇഷ്ടമായെന്നാ പറയുന്നത്. പൊരുത്തൊന്നും ഒട്ടുമില്ലെങ്കിലും അവൻ അവളെ ഇഷ്ടമായെന്നാ പറയുന്നത്. ഇവന്റെ മനസ്സിൽ എന്തോ ഡൈവേഷൻ കിട്ടിയിട്ടുണ്ട്. അവനെ എങ്ങനെയെങ്കിലും എൻകറേജ് ചെയ്ത് അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാം. എന്നിട്ട് നീ അവളോട് പറഞ്ഞോടാ?
എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല അച്ഛാ. നല്ല റൊമാൻറ്റിക് മൂവി കാണ്. റൊമാൻറ്റിക്കിന്റെ ബുക്ക് എടുത്ത് വായിക്ക്. വരുന്ന ഫീലിങ്സ് എല്ലാം പേപ്പറിൽ എഴുതി വെക്ക്. ആ ലെറ്റർ വായിച്ചു കഴിയുമ്പോ ഇവനില്ലെങ്കിൽ എന്റെ ജീവിതം പാഴായി പോകുമെന്ന് ആ പെണ്ണ് വീട്ടുകാരോട് പറയണം. അടിപൊളി ഐഡിയ അച്ഛാ. നീ വയലൻസ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു ട്രാക്ക് പിടിച്ച് പാടാ. ഐ ലവ് യു. ഹലോ, ഐ ലവ് യു. ബൈ. ക്ലാസ്സിൽ വെച്ച് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ നിന്നെ നോക്കിയൊന്നുമില്ല. നീ നോക്കിയത് ഞാൻ കണ്ടതാ. അല്ല, നീ എന്തിനാ എന്നെ നോക്കിയേ? നീ എന്തിനാ എന്നെ നോക്കിയത്? ഞാൻ നോക്കുമായിരുന്നു. ഞാനും അങ്ങനെ നീ നോക്കുന്നുണ്ടോ നോക്കിയതാ. ഏയ്, നീ ചുമ്മാ കള്ളം പറയോ? മച്ചാ, അങ്ങോട്ട് നോക്കി. അവനിരുന്ന് പടം കാണുന്നുണ്ടല്ലേ? മലയാളം പടം കാണുന്നേ. അപ്പൊ ഇംഗ്ലീഷ് പടം കണ്ടു ഇംഗ്ലീഷുകാരനാവൂ. മച്ചാ, അവൻ തമിഴിനാടാ. അവൻ ബുക്ക് വായിക്കുന്ന കണ്ടില്ലേ? ഞാൻ മാത്സ് ബുക്കാ പഠിക്കുന്നത്, അതുകൊണ്ട് മാത്തമാറ്റീഷ്യനാവൂ. മണ്ടൻ. ഇത് ഒട്ടിച്ചിട്ട് റോസിയുടെ കൈ കൊടുത്തേക്ക്. എന്താ നീ ചുരുട്ടി കളയുന്നത്? എന്തായാലും എഴുതിയിരിക്കുന്നത്. അവൻ നോക്കടാ, മലയാളം എഴുതിയിരിക്കുന്നേ. ഇവന് തമിഴിനോട് നല്ല വെറുപ്പാണെന്നാ തോന്നുന്നത്. എഴുതി എഴുതി വെട്ടിക്കൊണ്ടിരിക്കുക. അവൻ തീർച്ചയായിട്ടും മലയാളിയാടാ. Cheers. അതെ, സിറ്റിയിലെ പെൺകുട്ടികളൊക്കെ ഇവിടം വരെയാണല്ലോ ഡ്രസ് ഇടുന്നത്. ഇവിടുത്തെ ആണുങ്ങളൊന്നും അത്രയ്ക്ക് അപ്ഡേറ്റ് ആയിട്ടില്ലടി. നമ്മൾ ഇവിടം വരെ ഡ്രസ് ഇട്ടാലും നോക്കിക്കൊണ്ടു നിൽക്കും. കാർത്തിക, നിനക്കൊരു ലെറ്റർ ഉണ്ട്. എത്ര പേരാടി എഴുതുന്നേ? കോളേജിൽ ഞാൻ മാത്രാണോ പെണ്ണ്? എന്താ ഇവക്ക് എഴുതിക്കൂടെ? ഇവക്ക് വേണ്ടി എഴുതിക്കൂടെ? ഇപ്രാവശ്യം ആരാ? ഒരു ഹരിയാ. വിചാരിച്ചായിരുന്നു ഇവൻ എനിക്ക് വേണ്ടി ലെറ്റർ എഴുതുമെന്ന് നേരത്തെ തന്നെ വിചാരിച്ചതാ. 2 ദിവസം ലേറ്റായി. ശരി, വായിക്ക്. ഹായ്, നീ വളരെ ക്യൂട്ടാണ്, വളരെ സ്മാർട്ടാണ്, ഇന്റലിജന്റും ആണ്. വളരെ ധൈര്യശാലിയായിട്ടും ഹരി എഴുതിയ ലെറ്റർ നീ വായിക്കുന്നു. വേണ്ടടി, ഇത് വായിക്കണ്ട. ഈ ലെറ്റർ വേണ്ട. പാവം, നിങ്ങൾക്ക് എന്തിനാടി ഞാൻ കാരണം ഒരു ടോർച്ചർ? ഇല്ലടി, ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നീ വായിക്കടി. നിന്നെ കാണാൻ നല്ല ചന്തോക്കെയുണ്ട്. എല്ലാവരും അറിയുകയും ചെയ്യും. നിന്നെ കണ്ട 10 പേര് വീഴുമെന്നേ. ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കല്ലേ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏപ്രിൽ 1 ചെയ്യാൻ പറ്റുള്ളൂ. അന്നാകുമ്പോ വിഡ്ഢികൾക്ക് വേണ്ടിയുള്ള ദിവസമാണല്ലോ. ആദ്യം നിന്റെ പ്ലസ് പോയിന്റ്സ് പറ. നിറം ആനയെ പോലെ ഇരിക്കും. കണ്ണ് ഭംഗിയുണ്ടെങ്കിൽ പിന്നെ കണ്ണട എന്തിനാ? സുന്ദരിയാണ്. നിന്നെ സുന്ദരി എന്ന് വിളിച്ച ഐശ്വര്യ റോയ് എന്ത് വിളിക്കും? സോ ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ നിന്റെ മാർക്ക് പോലെ തന്നെയാ നിന്നെ കാണാനും. എല്ലാം ഉള്ളവരെ സ്നേഹിക്കുന്നതിന് എനിക്ക് യാതൊരുവിധ താല്പര്യവും. അതുകൊണ്ടാ ഞാൻ നിന്നെ സെലക്ട് ചെയ്യുന്നത്. നിന്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിന്റെ സ്വന്തം കാമുകൻ ഡ്രിങ്ക്സ് കഴിച്ചു, കുറച്ചുകൂടെ കഴിച്ചു, പിന്നെ ഡ്രിങ്ക്സ് എടുത്തൊഴിച്ച് നന്നായിട്ട് കഴിച്ചു. അവൻ ഇന്ന് കാണിച്ചു കൊടുക്കാം. എടി നിക്കടി, ഒരു ഉത്സവത്തിനുള്ള ആൾക്കൂട്ടം ഉണ്ടടി അകത്ത്. നമ്മളെല്ലാവരും കൂടി വെറും 4-5 പേരല്ലേടി ഉള്ളൂ. നമുക്ക് വന്ന് പിന്നെ അടി ഉണ്ടാക്കാം. നീ വാ. മിണ്ടാതിരിക്കും. വാ. ഏയ്, വാ വാ വാ. എടി, അവിടെ CC ക്യാമറ ഉണ്ടാവൂടി. അവിടെ CCTV ഉണ്ടായിട്ട് കാര്യമില്ല. പ്രിൻസിപ്പലിന്റെ ക്വാർട്ടേഴ്സിൽ ഫ്യൂസും വേണം. ഇതെപ്പോഴാ നീ എടുത്ത്? ഡീറ്റെയിൽസ് പിന്നെ പറ. വാ ഇങ്ങോട്ട്. ഈ ജെട്ടിൽ എന്തോ ഒരു ഓട്ടേ. ഹോസ്റ്റലിലൊക്കെ വരുമ്പോ എല്ലാവരും പുതിയ അണ്ടർവെയർ ഉപയോഗിക്കില്ലേടി? എന്നിട്ട് ഇവനൊക്കെ ഇപ്പോഴും പഴയ അണ്ടർവെയർ. പെണ്ണുങ്ങളാ? ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നൊന്നുമില്ല, എന്നെ വിശ്വസിക്കും. എന്താടി ഇത്? അവൻ ഓട്ടയുള്ള ജെട്ടി എടുത്ത് പുറത്ത് വിരിച്ചിട്ടിരിക്കുന്നു. ഇവൻ ഓട്ടയില്ലാത്ത ജെട്ടിയിട്ട് ദാ കട്ടിൽ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. തലയിലെഴുത്ത്. ഏയ്, എല്ലാരും വേഗം കേറി വാ. ഇവിടെ ആരും കാണുന്നില്ല.
ഡോറ് ലോക്ക് ചെയ്തിട്ട് ലൈറ്റ് ഇടറി. എഴുന്നേക്കടാ. എന്താടാ ഇത്? ഇന്നലെ രാത്രി വന്നതല്ലേ, പിന്നെയും വന്നോ? നീ മറ്റുള്ളവരോട് വരാൻ പറ. എടി എന്തൊക്കെ ഇവൻ പറയുന്നത്? രാത്രി ഞാൻ വന്നെന്ന് പറയുന്നു, എന്നോട് വേറെ ഒരാളെ അയക്കാൻ പറയുന്നു. ഇവന്റെ വിചാരം എന്താ? എന്റെ പണി ബ്രോക്കർ പണിയാണെന്നോ? ഇവന് ഞാൻ ഇന്ന് അവന്റെ ഒരു മറുപടി ഒരു ചോദിച്ചപ്പോ നീ തന്നെ വന്നോ? ഓടിച്ചതിന്റെ പല്ലിന് ഓ ഹൈറ്റ്. ഞാൻ ഹെൽപ്പ് ചെയ്യണം. എന്താടാ നീ എന്നെ പറ്റി വിചാരിച്ച? സ്പെക്സ് ഒക്കെ വെച്ച് കാമായിട്ട് സോഫ്റ്റ് ആയിരിക്കുന്നാണോ? സൈറ്റ് അടിക്കുന്നു വിചാരിച്ചു? ഞാൻ ആരാന്നറിയോ നിനക്ക്? എന്റെ ഒറിജിനാലിറ്റി എന്താന്നറിയോ? ഞാൻ നന്നായി വെള്ളം അടിക്കും, അവസരം കിട്ടിയ ആൾക്കാരെയും അടിക്കും. ഇത്ര ഉള്ളപ്പോ നീ ഇത്രയും പേരെ അടിച്ചിരിക്കുന്ന. പ്രായമായല്ലോ, വയലൻസ് വേണ്ടല്ലോന്ന് വെച്ച് സ്വയം സമാധാനിപ്പിച്ചോണ്ടിരിക്കാൻ ഞാൻ. ആവശ്യമില്ലാതെ പ്രശ്നം എന്റെ ഒറിജിനാലിറ്റി വെളി കൊണ്ടുവരരുത്. ഇന്നലെ രാത്രി നിന്റെ സ്വപ്നത്തിൽ വന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? പറ. എന്റെ മുറുക്ക് റവലോട് എടുത്തിട്ട് പോയി. റവലഡു? എന്ത് റവലഡു? നീ ഒരു തവണയും കൂടി ഇനി എങ്ങനെങ്ങാനും ചെയ്താ വച്ചേക്കില്ല ഞാൻ.